ഹായ്, വെൽക്കം ടു കുക്ക് വിത്ത് റുമാന. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നെക്സ്റ്റുള്ള ബെൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയ ചിക്കൻ മന്തിയാണ്. ഇത് കുഴിമന്തി അല്ലെങ്കിലും ഏകദേശം ഒരു ടേസ്റ്റിലുള്ള മന്തിയാണ്. എൻ്റെതായ ഒരു വെറൈറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊരു ഈദ് സ്പെഷ്യലാണ്. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കാര്യമായിട്ടുള്ള പെരുന്നാളൊന്നും ഇല്ലെങ്കിലും നല്ല ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ട് ഉള്ളതിൽ നല്ല ഡ്രസ്സിട്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എവിടേക്കും പുറത്തു പോവാതെ ആർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ പെരുന്നാൾ ആഘോഷിക്കുക. അപ്പോൾ സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, ഹാപ്പി ഈദ് മുബാറക് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് എങ്ങനെ മന്തി ഉണ്ടാക്കുകയെന്ന് നോക്കാം. മന്തി റെഡിയാക്കാൻ ആദ്യം ഞാൻ ഒരു 1.5 കിലോ ചിക്കനാണ് എടുത്തത്. അത് വലിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അതിലേക്ക് ഞാൻ 2 തക്കാളി കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം, ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ, അത് അലിയാനുണ്ട് അതിനാണ്. പിന്നെ കുറച്ച് പുതിന ഇല, ഒരു 2 ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില. ക്യാപ്സിക്കമും പുതിന മല്ലിയില ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ അതിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മാഗി ക്യൂബാണ് എടുത്തത്, ചിക്കൻ സ്റ്റോക്കാണത്. അത് നിർബന്ധമില്ല, ഞാൻ ജസ്റ്റ് ഒന്നുള്ളത് എടുത്തതെന്നുള്ളൂ. നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നിർബന്ധമില്ല, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇപ്പം ഞാൻ ഇടുന്നത് ഒരു 1.5 ടീസ്പൂൺ മന്തി മസാലപ്പൊടിയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഞാൻ ഇപ്പോൾ ഇട്ടത് ഹോം മെയ്ഡ് മന്തി മസാല ആണ്. ഈ ഹോം മെയ്ഡ് മന്തി മസാല ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. അതിന് കുറേ കാശ് എടുക്കണോ, നാട്ടിൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ സാധാ ഗരം മസാല എടുക്കുക, എന്നിട്ട് ഉണക്ക നാരങ്ങ ഞങ്ങൾക്ക് നാട്ടിൽ കിട്ടും. ഇതാണ് ഉണക്ക നാരങ്ങ. ഇതിങ്ങനെ 2 കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ കുറുകലെടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് ഇട്ടാൽ മതി. അതാണ് മന്തി മസാല. ഇനി ഗരം മസാല എന്താണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടാക്കുക എന്ന്. അത് കുറച്ച് മല്ലി, വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ ഞങ്ങൾ സ്പൈസസ്, അതായത് ഏലക്ക, കറാമ്പൂ, പട്ട, പിന്നെ ഇതും ആഡ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ക്രഷ് ചെയ്യുക. അതാണ് യഥാർത്ഥത്തിൽ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 150 ഗ്രാം സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. 150 ഗ്രാം പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾ നോർമൽ ഗ്ലാസ് 250 ഗ്രാം ആയിരിക്കും, അതിൻ്റെ 3/4 എടുത്താൽ മതി. എന്നിട്ട് നല്ലോണം കയ്യിൽ മിക്സ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് 1 അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. രാത്രി തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഫ്രീസറിൽ വെക്കണമെന്നില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ സെല്ല ബസ്മതി റൈസാണ് എടുത്തത്. ഇത് ഒരു കിലോ അരിയാണ് എടുത്തത്. 1 കിലോ അരിക്ക് 1.5 കിലോ ചിക്കൻ. ഇതിന് ഓണിയനും വേറെ മസാല ഒന്നും ഇടാത്ത കൊണ്ടാണ് ചിക്കൻ കൂടുതൽ എടുക്കുന്നത്. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് വെള്ളം തളിച്ച ശേഷം റൈസ് റെഡിയാക്കാൻ ഓൾ സ്പൈസസ്, ജീരകം, കുരുമുളകും, ഏലക്ക, പറ്റ അതൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഞങ്ങൾ ഉണക്കനാരങ്ങ, മന്തി അറബിക്കുള്ളത് ഉണക്കനാരങ്ങാണല്ലോ ഞങ്ങൾ ഇടുന്നത്, ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തളിച്ച ശേഷം ഞങ്ങൾ ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 60-70% മാക്സിമം വെന്താൽ മതി. അതിൻ്റെ അപ്പുറം വേവിക്കണമെന്നില്ല. ഞങ്ങൾ ദമ്മിടാനുള്ളതാണ്, അതിൽ വെന്തോളും. എന്നിട്ട് ഞാൻ എടുത്ത് വെച്ച മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഒരു ചെമ്പട്ടിക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കളർക്ക് വേണ്ടി 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ്. 5 മിനിറ്റ് ഇങ്ങനെ തുറന്നിട്ട് വെന്ത ശേഷം മറിച്ചിട്ട് കൊടുക്കുക. ഇതിൽ കാണുന്നത് ഫുള്ളും ഓയിലല്ല, പിന്നെ അതിൻ്റെ ചിക്കൻ്റെ വെള്ളം കൂടി ഊറിയതാണ്. 5 മിനിറ്റിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് നല്ല ഫ്രൈ ആവരുത്. ഞങ്ങൾ മന്തിൻ്റെ ടെക്സ്ചർ പറഞ്ഞാൽ ക്രിസ്പി അല്ലല്ലോ, ഹാഫ് ബോയിലും ഹാഫ് ഫ്രൈ ചെയ്തതുപോലെയാണല്ലോ. അതിന് 5 മിനിറ്റിന് ശേഷം ലിഡിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. അതായത് 5 മിനിറ്റ് ഓപ്പൺ ചെയ്തിട്ടോ 5 മിനിറ്റ് ക്ലോസ് ചെയ്തിട്ടും വേണം ഇത് വേവിക്കാൻ. ആദ്യത്തെ 5 മിനിറ്റ് ഓപ്പൺ ചെയ്ത് വേവിക്കുക, തിരിച്ചിട്ടിട്ട് മൂടി വെച്ചിട്ട് നെക്സ്റ്റ് 5 മിനിറ്റ് ലിഡിട്ട് വേവിക്കുക. അത്രേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ റെഡിയാക്കി വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. നോർമൽ ബിരിയാണി റൈസ് ഇതിന് എടുക്കരുത്, ബസ്മതി റൈസ് ഇതിന് എടുക്കരുത്. ഇതിന് സെല്ല ബസ്മതി തന്നെ എടുക്കണം. എന്നിട്ട് കളർ ഇട്ട് കൊടുക്കുക. വെള്ളത്തിന് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്.
എന്നിട്ട് അടുത്ത ലെയറും ഇട്ട് കൊടുക്കുക. ഒരൊറ്റ ജസ്റ്റ് ലെയർ അല്ലാതെ ഇടുന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ ഹോളെടുത്ത് കൊടുക്കുക. ഈ ഹോളെടുത്ത് കൊടുക്കുന്നത് ദമ്മ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു 3-4 പച്ചമുളക് ഞങ്ങളിങ്ങനെ വെച്ച് കൊടുക്കണം. അത് നല്ലൊരു ഫ്ലേവറാണ് മന്തിക്ക്. നല്ലോണം കഴുകണം, വെട്ടരുത്. കഴുകി ജസ്റ്റ് ഹോളായിട്ടുള്ള ഗ്രീൻ ചില്ലിയാണ്. എന്നിട്ട് അടുത്ത ലെയറും കളർ ഒഴിച്ചു കൊടുക്കുക. ഇതിന് നെയ്യോ ഫ്രൈഡ് ഓണിയനോ ഒന്നും ഇടൂല. റൈസ് റെഡിയാക്കാൻ വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ഞങ്ങൾ ചാർക്കോൽ, അതായത് ചാർക്കോൽ ഇല്ലെങ്കിൽ ഞങ്ങൾ അടുപ്പത്തെ കണലുണ്ടല്ലോ അതും ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഏതെങ്കിലും പാത്രത്തിൽ വെച്ച് കൊടുത്താൽ മതി. ഞാൻ അലൂമിനിയം ഫോയിലിൽ വെച്ചതാ. എന്നിട്ട് ഞങ്ങൾ ദമ്മ് മൂടിയിട്ട് അടിയിലൊരു ഫ്രൈയിങ് പാൻ വെക്കണം. വെച്ചിട്ട് 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ സ്ലോ ഫ്ലെയിമിൽ വേണം ഇതിടാൻ. എന്നിട്ട് 15 മിനിറ്റിൻ്റെ ശേഷം വേണം ഞങ്ങളിത് മൂടി തുറക്കാൻ. 20 മിനിറ്റ് ദമ്മിടുക, പിന്നെ ഒരു 15 മിനിറ്റിൻ്റെ ശേഷം ഞങ്ങൾ മൂടി തുറക്കുക. എന്നിട്ടിപ്പോൾ അതിൻ്റെ മുകളിലുള്ള റൈസ് മിക്സ് ചെയ്യുക. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മുകളിലുള്ള റൈസ് എടുക്കുക. ഈ സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. അടിയിലേക്ക് വരുമ്പോൾ ഇനി അതിൻ്റെ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് എടുക്കണം ഞങ്ങൾ. ചിക്കൻ ഇത് നല്ലൊരു സ്മെല്ലാണ് ഈ ടൈമിൽ, നല്ല സ്മോക്കി ഫ്ലേവറും ആ ക്യാപ്സിക്കമിൻ്റെ ഒക്കെ, ആ മന്തി മസാല ക്യാപ്സിക്കമിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ. നല്ല എന്താ പറയുക, ഇപ്പം നിങ്ങൾക്ക് മന്തി കഴിച്ചിട്ട് അറിയുന്നവരാണെങ്കിൽ മനസ്സിലാവും, ഹോട്ടലിൽ ഉണ്ടാക്കിയതല്ല എന്ന് നിങ്ങൾക്ക് തോന്നില്ല. ഇത് കുഴിമന്തി അല്ലെങ്കിലും കുഴിമന്തിൻ്റെ ഒരു ഫ്ലേവറാണ്. ചിക്കനൊക്കെ എടുക്കുക. ചോറ് ഉൾപ്പെടുത്താതിരിക്കുക. പറഞ്ഞാൽ ഈ ചോറ് ഈ മസാല കൂടി ഉള്ളതാണ് അടിയിലുള്ള ചോറ്. എന്നിട്ട് അതിലേക്ക് ഞങ്ങൾ നേരത്തെ മാറ്റിവെച്ച ചോറും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അതായത് അടിയിലുള്ള മസാല ചോറും മുകളിലുള്ള ചോറും കൂടി രണ്ടും യോജിപ്പിക്കണം. അതിനാൽ അടിയിലുള്ള ചോറിലാണ് ഞങ്ങൾ സ്പൈസസും ഓയിലും ചിക്കൻ സ്റ്റോക്ക് ഇറങ്ങിയതും ഒക്കെ അടിയിലുള്ളതിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കറക്റ്റ് മിക്സ് ചെയ്യണം. സാധാ ബസ്മതി എടുത്താൽ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഓടിയും, അതുകൊണ്ട് സെല്ല ബസ്മതി തന്നെ എടുക്കണം. അതിന് ശേഷം മിക്സ് ചെയ്ത ശേഷം ഞങ്ങൾ ചിക്കൻ ആദ്യം മാറ്റി വെച്ചത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് മൂടി വെക്കുക. ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒരു അറേഞ്ച് ആവാൻ വേണ്ടി ഒരു 10 മിനിറ്റ് മൂടി വെക്കുക. അത്രേ ഉള്ളൂ. ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യണമെന്നൊന്നുമില്ല. ഇത് നല്ല ചൂടായിരിക്കും ഈ ടൈമിൽ. അപ്പോൾ 10 മിനിറ്റും കൂടി മൂടി വെക്കുമ്പോൾ ഒന്നുകൂടി അറേഞ്ച് ആവുമെന്നുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈദ് സ്പെഷ്യലാണ്. എല്ലാവരും ഈദിന് ഉണ്ടാക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.